പയ്യൻ ആ ചെരുപ്പെടുക്കുവാൻ ആ ഷെഡിൻ്റെ മുകളിൽ ചാർജ് ഷീറ്റിൻ്റെ മുകളിൽ കയറിയ കുഞ്ഞാണ്. അവിടെ ചെന്നപ്പോൾ കാല് ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാലൊന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പി ഇരിക്കാമെന്നാണ്. അതിലേക്കൂടാണ് ഇലക്ട്രിക് കറണ്ട് കടന്നു വന്നത്. ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചുപോയി. അപ്പോൾ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേള. കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച ദിവസം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജെ ചിഞ്ചുറാണി സൂംബ ഡാൻസിൽ. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, നേരത്തെ കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പൊ കാണിച്ചത് മുദ്ര. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര. കൊല്ലം തേവലക്കരയിൽ ഒരു കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് അങ്ങ് എറണാകുളത്ത്, അതും പാർട്ടി വേദിയിൽ മന്ത്രിയുടെ സൂംബ. എവിടെ കിട്ടും ഇതുപോലൊരെണ്ണത്തിന്? മോളിലെന്താ ഒരു ഒച്ചയും നിലവിളി? ഇവിടെ ആരെങ്കിലും ചത്തോ? അത് ഒച്ചയും നിലവിളിയൊന്നുമല്ല, എന്റെ മോളെ ഡാൻസ് പഠിക്കുക. സ്വന്തം ജില്ലയിലാണ് വിദ്യാർത്ഥിയുടെ മരണം സംഭവിച്ചത്. റോം കത്തിയെരിയുമ്പോൾ വീണ വായിക്കുന്ന നീറോ ചക്രവർത്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ ഒടുക്കത്തെ ചാട്ടമാണ്. വകതിരിവ് ലെവലേശമില്ല. വകതിരിവില്ലെങ്കിൽ സ്കൂളിൽ പോയെങ്കിലും പഠിക്കണമെന്നാണല്ലോ. പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ സർക്കാരെ മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്. ഒരു വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നു. അതേസമയം പാർട്ടി വേദിയിൽ മന്ത്രിയുടെ തുള്ളിക്കളി. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം? മുകളിലേക്ക് മാങ്ങപറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങപറി ചെളികുത്ത്, മാങ്ങപറി ചെളികുത്ത്. ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുതിച്ചുചാട്ടം നടത്തുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ്. എന്നാൽ തേവലക്കരയിലെ ബോയ്സ് ഹൈസ്കൂളിലെ ടോയ്ലറ്റുകളടക്കം പുരാവസ്തു വകുപ്പ് കണ്ടാൽ കൊത്തിക്കൊണ്ടു പോകുന്നാണ് നാട്ടുകാർ പറയുന്നത്. മന്ത്രി മാഡം, ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ വന്നത്? അല്ല, മന്ത്രി കൊച്ചമ്മയുടെ പ്രസംഗം കേട്ടപ്പോഴേ ഒരു സംശയം, മൂത്ത് കസേരയിൽ ഇരിപ്പായതാണോ എന്ന്. താൻ വലിയ ഡാൻസുകാരനല്ലേ? അത്യാവശ്യം ചില തുള്ളിക്കളികളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാർ ജീവിക്കുക? സംഗതിയുടെ ഗുട്ടൻസ് ഇത്രയേ ഉള്ളൂ. CPM നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. അപ്പോൾ പിന്നെ കുറ്റം KCBക്കും സ്കൂൾ മാനേജ്മെന്റിന്റെ അനാസ്ഥയും കൂടി കൊന്നുകളഞ്ഞ 13കാരൻ മിഥുന്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് കരുതി കാണും. അല്ല, മരിച്ച കുഞ്ഞാണല്ലോ, അവൻ തിരിച്ചു വന്നിട്ട് ചോദിക്കൂലല്ലോ എന്ന് കരുതി കാണും. പിന്നെ മിഥുന്റെ കുടുംബം കേസ് നടത്താൻ കയ്യിൽ കാശോ പവറോ ഒന്നും ഇല്ലാത്തവരും. അപ്പോൾ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട്. പക്ഷെ വിട്ടില്ല, നാട്ടുകാരും BJPയും സർക്കാരിനെ എടുത്തിട്ട് അലക്കി കയറി അങ്ങ് മേഞ്ഞു. സ്കൂളിനെതിരെ പ്രതിഷേധം ആളിക്കത്തി. അപ്പോൾ ദേ പറഞ്ഞതൊക്കെ അങ്ങ് വിഴുങ്ങി മന്ത്രിയുടെ നാണം കെട്ട മെഴുകൽ. അതെ, ശരിയാണ്. അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിൻ്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞാൽ ഒരു വാക്കങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അതെ. എന്തൊരു കളറ് മാറ്റം! ഓന്തുപോലെ 8 അടി മാറി നിൽക്കും. എന്തായാലും ഇങ്ങനെ മലക്കം മറിയാനുള്ള കഴിവ് മന്ത്രിസഭയിലെ ഓരോ അംഗങ്ങൾക്കും ഉണ്ട് കേട്ടോ. അതാണ് ഇവരുടെ യോഗ്യത. ഞാനാം ഇതിൻ്റെ കുടുംബത്തിനോട് ഇപ്പം സഹകരിക്കണം. അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുക. ഒരിക്കൽ കൂടി അതൊന്ന് കേൾപ്പിച്ചു ചേട്ടാ. ഞാനാം ഇതിൻ്റെ കുടുംബത്തിനോട് ഇപ്പം സഹകരിക്കണം. സഹകരിക്കാനാ? പിന്നെ അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുകയാണ്. ഗവൺമെൻറ് ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് എൻക്വയറി ഉൾപ്പെടെ പ്രഖ്യാപിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അവരതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്ന ദിവസം കൂടിയാണ്. ഓ, മതി. ആ കരുതലിന് നന്ദി. ചിലപ്പോൾ ആ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ അങ്ങൊരു ജോലിയൊക്കെ കൊടുക്കുമായിരിക്കും. അതാണല്ലോ ഇവരുടെ ഒരു രീതി. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിലെ ഒരാൾക്കും ശുപാർശ ചെയ്തിട്ടുണ്ട് ഒരു ജോലിയെ. വല്ലാത്ത ശരിയാക്കല് തന്നെ അണ്ണ. ഒരു ജോലി കിട്ടണമെങ്കിൽ വീട്ടിലുള്ള ഒരെണ്ണത്തിനെ നമ്മുടെ സിസ്റ്റത്തിന് അങ്ങ് കുരുതി കൊടുക്കണം. അയ്യോ, മന്ത്രി കൊച്ചമ്മ ചാട്ടം നിർത്തണ്ട കേട്ടോ. തുള്ളിയാട്ടെ, നന്നായിട്ട് അങ്ങ് തുള്ളിയാട്ടെ. ഇതാണ് മാർഗം കളി. ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി.